ഒരു ഷോട്ട്, അതായത് ഒരു ക്യാമറയിലേക്ക് ഒരു കുട്ടി സെൽഫി എടുക്കുന്നിടയിൽ കിണറ്റിലോട്ട് വീഴുന്നു. ത്രൂ ഔട്ട് ക്യാമറയിലോട്ടാണ് വീഴേണ്ടത്. അതാണ് ഷോട്ട്. അപ്പോൾ ആ ഷോട്ടിൻ്റെ സമയത്ത് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ റിസ്ക് ഇതുപോലെ ഡയറക്ടേഴ്സായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൽ കുറച്ച് പേര് പറഞ്ഞു വേണ്ട നമുക്ക് ഒറിജിനൽ ആളെ വീഴ്ത്താം. അങ്ങനെ വീഴ്ത്തി പെൺകുട്ടി ആദ്യത്തെ ഷോട്ടൊക്കെ ഓക്കെ ആയി. അത് മതി എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തപ്പോഴും ഡയറക്ടർക്ക് കുറച്ചൊന്ന് കൈ അടിച്ചാലും മതി, കുറച്ചും കൂടി ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യാൻ. അതെ അതെ. പക്ഷെ അവിടെ എന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് കൺജസ്റ്റഡ് ഒരു കിണർ, സെറ്റിട്ട കിണറാണെങ്കിൽ കൂടിയിട്ടും പിന്നത്തെ ഒരു ഷോട്ട് ഞാനായിരുന്നു ഈ ക്യാമറയുടെ ഇപ്പുറത്ത് ഞാനുണ്ട്, റോപ്പ് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഫൈറ്റേഴ്സ് എല്ലാവരും ഇപ്പുറത്തുണ്ട്. പെട്ടെന്ന് ഈ കുട്ടി, അതായത് നമ്മൾ ഏകദേശം ഇങ്ങനെ നിൽക്കുന്ന പൊസിഷനിൽ കുട്ടി ഡയറക്റ്റ് പറയുകയാണെങ്കിൽ ക്യാമറയിൽ അടിക്കില്ലായിരുന്നു. പക്ഷേ ഈ കുട്ടി തല ഇങ്ങനെ പോയി തലകീഴായി പോയിട്ട് ക്യാമറയിൽ വന്ന് അടിച്ച് പിന്നെ ഞങ്ങൾ നോക്കില്ല. ഭയങ്കരമായിട്ട് ഇത് എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് നമ്മുടെ പേരിലായിരിക്കും എല്ലാ തെറ്റും വരാം. അപ്പൊ എല്ലാവരും നമ്മളെന്തെങ്കിലും ഒരു ചെറിയ അത്, പക്ഷെ ആദ്യം ഓക്കെ ആക്കി ഡയറക്ടർ അതൊന്നും പിന്നെ പറയാൻ, അതൊന്നും പിന്നെ നോക്കില്ല. നമ്മൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ പിന്നെ ചോദ്യം മാറിപ്പോകും, പിന്നെ വിഷയം മാറും. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ മാക്സിമം സേഫ്റ്റി ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാനാണ് ഏറ്റവും നോക്കുക. പക്ഷെ ഇത് ഞങ്ങളുടെ ജഡ്ജ്മെന്റും വിട്ടുപോയി. കുട്ടി ഇങ്ങനെ ആയിപ്പോയി. ഞാൻ നോക്കുമ്പോൾ കുട്ടി എന്തെങ്കിലും പറ്റിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ ഭയം കൊണ്ട് കുട്ടിക്കൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ ക്യാമറയുടെ ലെൻസൊക്കെ പോയി. അതും ഒരു കോസ്റ്റ്ലി പരിപാടിയാണ്. അത് തന്നെ നമുക്ക് പണിയായി. അപ്പൊ അത് അങ്ങനെ കോസ്റ്റ്ലി കുറെ അങ്ങനെ നഷ്ടമൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ വഹിക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും മാക്സിമം ഇങ്ങനത്തെ ഒരു റിസ്ക് എടുക്കുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കും, ഇതിന്റെ സേഫ്റ്റി നിങ്ങൾ എടുക്കുമോ, അങ്ങനെയൊക്കെ ചോദിക്കും അവര്. അപ്പോൾ നമ്മളത് ചലഞ്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും, എല്ലാം നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തെ ഒരു റിസ്ക് നമുക്ക് അറിയാം. ഇത് ഓൾറെഡി ഇപ്പോൾ ക്യാമറയ്ക്ക് പണിയാവും, ആർട്ടിസ്റ്റിന് പണിയാവും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാറില്ല, മാക്സിമം ചെയ്യാൻ ശ്രമിക്കില്ല. തിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ അത് ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് അതിനാണ്. അപ്പൊ നമ്മുടെ വന്നൊന്നും മനുഷ്യരല്ലേ, എന്തെങ്കിലും പറ്റിപ്പോയാൽ അത് എല്ലാവരും വഹിക്കണ്ടേ. അത് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഡയറക്ടേഴ്സ് ഒറിജിനാലിറ്റി വേണമെന്ന് പറഞ്ഞ് സേഫ്റ്റി നോക്കാതെ ചെയ്യുന്നതും കൂടി നിങ്ങളുടെ തലയിൽ വരേണ്ട. സ്റ്റണ്ട് മാസ്റ്ററിന്റെ കുറവായിരിക്കും. അത് സ്റ്റണ്ട് മാസ്റ്ററിന്റെ ഫോൾട്ട് വരും അവിടെ. കാരണം ഡയറക്ടർ അങ്ങനെ പറയുമ്പോൾ സ്റ്റണ്ട് മാസ്റ്റർ അനുവദിക്കരുത്. അങ്ങനെ അനുവദിക്കാത്ത കേസുകളിലാണ് ആ ഒരു ഇത്. ഇപ്പോ ഡയറക്ടർക്ക് വേണ്ട എല്ലാ ഷോട്ടും നമ്മൾ ചെയ്തു കൊടുക്കാന്നല്ല, സേഫ്റ്റിയാണോ ഈ പറഞ്ഞ പോലെ എല്ലാതും ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാത്തില്ല നമ്മൾ ഡയറക്ടർ എന്ത് പറഞ്ഞാലും ചെയ്യാന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല.